ഞാൻ പലപ്പോഴും നാണയം ടോസ് ചെയ്യുന്നത് കാണുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് നാണയം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴാതെ നേരെ നിന്നു പോയാലോ എന്ന്. എന്നാൽ ഇപ്പോൾ ചിന്തകളിലും അറിവുകളിലും യൂണിവേഴ്സൽ തിയറിയുടെ അറിവിലൂടെ നാണയം ഒരിക്കലും ഹെഡ് അല്ലെങ്കിൽ ടെയിൽ വീഴുന്നില്ല എന്ന് മനസ്സിലാക്കി. പണ്ട് 50-50 പ്രോബബിലിറ്റി, പോസിബിലിറ്റി, ചാൻസ് എന്നിങ്ങനെ ഉള്ളവയുടെ കണക്കുകൾ കൂട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്ന അറിവിൽ എല്ലാം ശാന്തമായി. നാണയം അതിൻ്റെ സന്തുലനാവസ്ഥ, അതായത് ബാലൻസിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. നാം അതിനെ ഹെഡ്, ടെയിൽ, ഫ്രണ്ട്, ബാക്ക് എന്നിങ്ങനെ പല ആശയവുമായി കൂട്ടിച്ചേർക്കുന്നു. ഓരോ പ്രാവശ്യം നാണയം വീഴുമ്പോഴും അത് അൺബാലൻസിൽ നിന്നും ബാലൻസിൽ മാറുകയാണ്. അതിനാലാണ് പാറ്റേൺ ഉണ്ടാവാതെ നാം കരുതുന്ന 50-50 സാധ്യത വരുന്നത്. ഏതൊരു വസ്തു എടുത്താലും അത് താഴെ വീഴുകയും അതിന് ബാലൻസ് ആകുന്ന രീതിയിൽ നിലകൊള്ളുകയും ചെയ്യുന്നു. മനുഷ്യൻ, മൃഗങ്ങളും എല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ജീവനുള്ളപ്പോൾ ബോധമുള്ള രീതിയിലും, മരണപ്പെട്ടാൽ നാണയങ്ങൾ അഥവാ മറ്റു വസ്തുക്കൾ പോലെയും.